രണ്ടാഴ്ച മുമ്പാണ് ശിവസേന എംഎൽഎമാരെ അയോഗ്യരാക്കിയ കേസിൽ നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കർ വിധി പറഞ്ഞത്. ഈ വിധിയിൽ രണ്ടു ഭാഗത്തെയും എംഎൽഎമാരെ അദ്ദേഹം യോഗ്യരാക്കി മാറ്റിയിരുന്നു. ഇതിനു പിന്നാലെ താക്കറെ ഗ്രൂപ്പ് നേരിട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു. അതേ തുടർന്ന് രാഹുൽ നർവേക്കറിന് സുപ്രീം കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. നോട്ടീസിന് മറുപടി നൽകാൻ സ്പീക്കർക്ക് രണ്ടാഴ്ചത്തെ സമയം സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്. ഇത്തവണ താക്കറെ ഗ്രൂപ്പിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് മുതിർന്ന അഭിഭാഷകൻ കൂടിയായ കപിൽ സിബലാണ്. ഈ വിഷയത്തിൽ വിധി പറയുമ്പോൾ നിയമസഭാ സ്പീക്കർ സുപ്രീം കോടതിയുടെ വിധി ധിക്കരിച്ചു എന്നതാണ് അദ്ദേഹം വാദിച്ചത്. അതിനാൽ ഈ ഹർജി ഇവിടെ പരിഗണിക്കണമെന്നും സിബൽ വാദിച്ചു. അതോടെയാണ് രാഹുൽ നർവേക്കറിന് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ വിധി പറയണം എന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് മാസങ്ങൾ നീണ്ടുപോയപ്പോൾ ഡിസംബർ 31-നുള്ളിൽ വിധി പറയണം എന്നുള്ള കർശന നിർദ്ദേശം സുപ്രീം കോടതി സ്പീക്കർക്ക് നൽകിയതാണ്. അതേ തുടർന്ന് അല്പം വേഗത്തിൽ ഹിയറിംഗ് നടത്തിയെങ്കിലും ഒടുവിൽ ജനുവരി 10-നായിരുന്നു കൂറുമാറിയ എംഎൽഎമാർക്ക് യോഗ്യരാണ് എന്നുള്ള വിധി സ്പീക്കർ പുറപ്പെടുവിച്ചത്. മാത്രമല്ല, യഥാർത്ഥ ശിവസേന ഷിൻഡെ വിഭാഗമാണെന്നും ഉദ്ധവ് താക്കറെയുടെ അധ്യക്ഷ പദവി നിലനിൽക്കില്ല എന്നും അദ്ദേഹം വിധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്ന സ്ഥിതി ഉണ്ടായത്. താനല്ല ശിവസേനയുടെ അധ്യക്ഷനെങ്കിൽ എന്തിനെ തന്റെ ഒപ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP വാങ്ങി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ താക്കറെ ഉന്നയിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ കാലതാമസം ഉണ്ടായാലും ജനകീയ കോടതിയിൽ ജനങ്ങൾ ഇതിന് തക്കതായ മറുപടി നൽകുമെന്നും ഉദ്ധവ് താക്കറെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ജസ്റ്റിസ് ധനഞ്ജയ് ചന്ദ്രചൂഡ്, ജസ്റ്റിസ് JB പർദിവാല, ജസ്റ്റിസ് മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചിന് മുമ്പാകെയാണ് ഹർജി വന്നിരിക്കുന്നത്. കപിൽ സിബൽ കോടതിയുടെ മുമ്പാകെയുള്ള ഹർജി പരാമർശിച്ചതിനു ശേഷം സുപ്രീം കോടതിയിൽ പോകാതെ കോടതി നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കണോ എന്ന് ചോദിച്ചപ്പോൾ കേസ് സുപ്രീം കോടതിയിൽ തന്നെ പരിഗണിക്കണം എന്നതാണ് കപിൽ സിബൽ ആവശ്യപ്പെട്ടത്. സംസ്ഥാന സർക്കാരുകൾക്കോ കേന്ദ്ര സർക്കാരുകൾക്കോ അനുകൂലമായ വിധി ഒരുപക്ഷെ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകുമോ എന്നുള്ള ഭയം തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനം ഒരുപക്ഷെ കപിൽ സിബൽ എടുത്തിരിക്കുന്നത്. കാരണം സൂറത്ത് കോടതി വിധിയും അതേ തുടർന്ന് സുപ്രീം കോടതിയുടെ വിമർശനവുമൊക്കെ ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്.